വിശദാംശങ്ങളിലേക്ക്. തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങി KPCC. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള DCC സെക്രട്ടറിയെ സജീവൻ കുരീച്ചിറയെ നേരിൽ കണ്ട് ടൗൺ ഈസ്റ്റ് പോലീസ് മൊഴിയെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ കർശന നടപടി വേണമെന്നാണ് ഗ്രൂപ്പ് ഭേദമന്യേ ആവശ്യമുയരുന്നത്. കെ മുരളീധരന്റെ പരാജയത്തിൽ സംശയനിഴലിലായ DCCക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്തം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഏറ്റെടുത്തെങ്കിലും തൃശൂരിലെ പോസ്റ്റർ യുദ്ധം കൂട്ടത്തല്ല് വരെ എത്തി. കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെയാണ് വിഷയത്തിൽ നേരിട്ടിടപെടാനും അന്വേഷണം നടത്താനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും പാർട്ടിക്ക് ഇനിയും നാണക്കേടുണ്ടാക്കരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും നേതാക്കൾ നൽകിയ താക്കീത്. കെ മുരളീധരനും ഇതേ നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചും DCC ഓഫീസിലെ കയ്യാങ്കളിയെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ അഭിപ്രായം കൂടി തേടിയതിനു ശേഷമാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളെയോ വിഷയം ചർച്ച ചെയ്തു പരിഹരിക്കുന്നതിനായി KPCC അധ്യക്ഷൻ K സുധാകരൻ തൃശൂരിൽ എത്തുമെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ പരിക്കേറ്റ സജീവൻ കുര്യച്ചിറ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി മൊഴിയെടുത്ത പോലീസിനോട് DCC പ്രസിഡന്റിനു പുറമെ മറ്റ് 3 പേർക്കെതിരെയും കൂടി സജീവൻ കുര്യച്ചിറ മൊഴി നൽകിയതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ് ആന്റണി, ഈ കൂട്ടത്തല ഗൗരവമായി കാണുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഏത് തരത്തിലുള്ള നടപടികൾക്കാണ് അവർ ശ്രമിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടിരിക്കുന്നു പോലീസ്. മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി, ഇന്ന് പുലർച്ചെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് ഇന്നലെ വൈകിട്ട് DCC ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിൽ കേസെടുത്തത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഘം ചേർന്ന് മർദ്ദിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. IPC 141, 143, 147, 148, 341, 323, 149 എന്നീ വകുപ്പുകൾ ചേർത്താണ് 20 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതെല്ലാം ജാമ്യമുള്ള വകുപ്പുകളാണ്, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഈ സംഭവത്തെ തുടർന്ന് ഇന്നലെ DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഈ ആശുപത്രിയിലെത്തി ഈസ്റ്റ് പോലീസ് സജീവൻ കുര്യച്ചിറയുടെ മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ തൃശൂർ ഈസ്റ്റ് പോലീസ് ഇന്നലെ നടന്ന ഈ കൂട്ടത്തല്ലിൽ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയൊക്കെയാണ് ഈ സംഭവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ സജീവൻ കുര്യച്ചിറയും കൂടെ കല്ലൂർ ബാബു ഉൾപ്പെടെയുള്ളവരും ചേർന്ന് DCC ഓഫീസിന്റെ 1ാം നിലയിലേക്ക് കയറുമ്പോഴായിരുന്നു ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള അവർ വന്ന് ഈ പോസ്റ്റർ, കഴിഞ്ഞ ദിവസങ്ങളിലായി പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. പോസ്റ്റർ യുദ്ധം നടന്നിരുന്നു. പലരുടെയും പേരുകൾ എഴുതി വെച്ച് ഈ പോസ്റ്ററിന്റെ പിന്നിൽ നീയാണല്ലേ എന്ന് ചോദിച്ചായിരുന്നു ആക്രമിച്ചതെന്ന് പറയുന്നു, മർദ്ദിച്ചതായി പറയുന്നു, കഴുത്തിന് പിടിച്ച് തള്ളിയതായി പറയുന്നു. ഇപ്പൊ ഈ സംഭവം വാർത്തയായതോടെയാണ് ഈ സജീവൻ കുര്യച്ചിറയുടെ ഭാഗത്തുള്ള, അതായത് K മുരളീധരന്റെ അനുയായിയാണ് ഈ സജീവൻ കുര്യച്ചിറ, തൃശ്ശൂരിലെ അവിടെ നിന്നുള്ള അവരുടെ ആളുകളായിട്ടുള്ള പ്രവർത്തകർ കൂടുതൽ പേർ സംഘടിച്ചെത്തുകയും അവിടെ DCC ഓഫീസിൽ ഉണ്ടായിരുന്ന ജോസ് വള്ളൂരിന്റെ ആളുകൾ തമ്മിൽ വലിയ കൂട്ടത്തല്ല് ഉണ്ടാവുകയും ചെയ്തത്. വലിയൊരു അടിയിലേക്കാണ്. ഏകദേശം 1 മണിക്കൂറോളം സംഘർഷാവസ്ഥ DCC ഓഫീസിൽ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇതെല്ലാം നിയന്ത്രിച്ച് DCC ഓഫീസ് അങ്കണം ശാന്തമാക്കിയത്. ഈ സംഭവം കോൺഗ്രസ് പ്രവർത്തകർക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ K മുരളീധരന്റെ പരാജയം വലിയ രീതിയിലാണ് തൃശ്ശൂരിലെ കോൺഗ്രസിനെ ബാധിച്ചിട്ടുള്ളത്. വലിയ ഒരു പരാജയം തന്നെയാണ്. ആ പരാജയത്തെ തുടർന്ന് K മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു, താൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഇനി തെരഞ്ഞെടുപ്പിലേക്കില്ല, മറ്റ് സ്ഥാനങ്ങൾ വഹിക്കാനില്ല, ഞാനൊരു സാധാ പ്രവർത്തനായി മാറുകയാണ്, അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് താൻ മാറുകയാണ്, മാത്രമല്ല ഇനി മത്സരരംഗത്തേക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, വടകരയിൽ മത്സരിച്ചെങ്കിൽ താൻ വലിയ ഭൂരിപക്ഷം ജയിച്ചാൽ ഇവിടേക്ക് തൃശ്ശൂരിൽ തന്നെ മത്സരിപ്പിച്ച് കുരുതി കൊടുക്കുകയായിരുന്നു. ആ കുരുതിക്ക് താൻ നിന്നുകൊടുത്തു, അതിൽ തനിക്ക് ഖേദമുണ്ട് എന്നത് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പോസ്റ്റർ വിവിധ ആളുകളുടെ പേര്, അതായത് TN പ്രതാപൻ, ജോസ് വള്ളൂർ, അതുപോലെ MP വിൻസെന്റ്, IP പോൾ, അനിൽ അക്കര തുടങ്ങിയവരുടെ പേരുകളെല്ലാം ചേർത്ത് ഈ പരാജയത്തിന്, തൃശ്ശൂരിലെ പരാജയത്തിന് കാരണം ഇവരാണെന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 3 ദിവസവും തുടർച്ചയായി പോസ്റ്ററുകൾ
ഉണ്ടായിരുന്നു. DCC ഓഫീസിന്റെ മതിലിലും അതുപോലെ പ്രസ് ക്ലബിന്റെ ചുമരിലും ഉൾപ്പെടെ പോസ്റ്ററുകൾ പതിക്കുന്ന സാഹചര്യം. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ സംഘർഷവും ആദ്യം ഉന്തും തള്ളിലേക്കും വരികയും പിന്നീട് അത് കൂട്ടത്തല്ലിലേക്ക് വഴിമാറുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കെ മുരളീധരൻ മാത്രമല്ല, കെ മുരളീധരൻ തന്നെ ഈ അനുയായികളോട് ശാന്തരാവാനുള്ള അഭ്യർത്ഥനയും ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് KPCC നേതൃത്വം എടുത്തിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ എമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ നാണക്കേടിലാക്കുന്ന ഒരു സംഭവമായി പോയി ഇന്നലെ ഉണ്ടായത്. ഈ 18 സീറ്റ് ജയിച്ചതിന്റെ എല്ലാം ഒരു ആഹ്ലാദവും അതിന്റെ ഒരു ശോഭയും എല്ലാം കെടുത്തുന്ന ഒരു സംഭവമാണ് തൃശ്ശൂരിലെ തോൽവിയെ തുടർന്നുണ്ടായ പോസ്റ്റർ യുദ്ധം, അതിനെ തുടർന്ന് ഏറ്റവും ഒടുവിലുണ്ടായ കൂട്ടത്തല്ല് ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വം ഇടപെട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു നീക്കമായിരിക്കും KPCC നടത്താൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി KPCC അധ്യക്ഷൻ തൃശ്ശൂരിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിലെത്തി നേരിട്ട് ഇവരെ എല്ലാവരും വിളിച്ചിരുത്തി സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിരിക്കും ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല മറുഭാഗത്ത് കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ കൂട്ടത്തല്ലിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഒന്നാം പ്രതിയായി 20ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഫിജി. ശരി അനീഷ്, തൃശ്ശൂരിലെ കൂട്ടത്തല്ലിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ്.